ഏത് നേരവും ദിഗാനായൊരു ഡോർ ഗൈസ്, വൃത്തിയില്ലാത്ത ലിഫ്റ്റ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ ഫാഷനേ. അപ്പം ബാംഗ്ലൂരത്തെ സെക്കൻഡ് ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഇത് രാവിലെ ആയിട്ടുള്ള കേസ്. അപ്പൊ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഇതാ മാറ്റി ഇറങ്ങിയപ്പോ നോക്കണേ കുരുട്ട് എന്റെ ഡ്രസ് ഇട്ട് നോക്കിയാ ഇവിടെ നമുക്ക് കൂടെ കൂട്ടാം. ഞങ്ങളാണ് അതെ സെയിം ആയിപ്പോയി. അതുകൊണ്ട് ഇന്ന് കുഞ്ഞിനൊപ്പം ഞാനില്ല, ഇന്ന് മൊത്തം എന്റെ ബേബിന്റെ ഒപ്പം മാത്രമേ നടക്കുന്നുള്ളൂ. നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് റൈറ്റ് സൈഡിലേക്കാണ്. നല്ല വെയിലുണ്ട്. ബാംഗ്ലൂരത്തെ വൈബ് എങ്ങനെയുണ്ട് കുഞ്ഞാളെ? എന്ത് ഇംഗ്ലീഷൊക്കെ എന്റെ പൊന്നളിയാ താങ്ങാൻ കയ്യിലിട്ടോ ഞാളെ. റൈറ്റ് ഗൈസ്, നമ്മളിപ്പോ പോകുന്നത് UB സിറ്റി മോൾ എന്നൊരു മോളിലേക്ക് കേട്ടോ. രണ്ടെണ്ണം ഇവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെയോ വലിയ വലിയ ബിൽഡിംഗ് ആണ് ഗൈസ്. ഞങ്ങൾ നടക്കുക കേട്ടോ. ഞങ്ങൾ ഓട്ടോ ഒന്നും വിളിച്ചില്ല, കാരണം ഞങ്ങൾക്ക് ബാംഗ്ലൂർ കാണണം. പെറ്റിന്റെ ഷോപ്പൊക്കെ ഗൈസ് എന്ത് ഭംഗിയില്ല ഞങ്ങളെ കാണാന്. ഒരു പെറ്റിന് ഇത്ര അതാ നീ ഉണ്ടല്ലോ രണ്ടെണ്ണതാ. ഈ ബിൽഡിംഗ് കണ്ട ഗൈസ് ഭയങ്കര ക്യൂട്ടായിട്ട്. നമ്മളിത് വേറെ എവിടെ എത്തിയ വല്ല കുഞ്ഞാളെ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഗൈസ്? ഓ മൈ ഗോഡ്, എങ്ങനെ ഇതാണ് മോളല്ലേ? ഞാൻ ഇവിടെ വരാൻ മെയിൻ ആയിട്ടുള്ള കാരണം കോച്ചിന്റെ ഇതാണോ കോച്ച്? ലൂയി വിറ്റോണും ഇവിടെ ഉണ്ടെന്നാണ്. ക്ലോസ് ആയോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇവിടെ ഒരു ലൂയി വിറ്റോന്റെ സ്റ്റോറുണ്ട് കോച്ചിന്റെ. ലൂയി വിറ്റോൺ ഒരു ബാഗിന് 1-2 ലക്ഷം രൂപ കേട്ടോ. എന്തായാലും ഞങ്ങള് മോൾ ഇഷ്ടപ്പെട്ട പക്ഷെ ചെറിയ മോളാട്ടോ, വലിയ മോളല്ല. ക്രിസ്മസ് ആയിട്ട് നല്ല രക്കറ് മൊത്തം സ്പ്രെഡ് ആയി കിടക്കുന്ന മോൾ കണ്ടില്ലേ? 2ാം നിലയിൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാല് പുറത്തേക്കൊരു വൈബ് കണ്ടില്ലേ? അങ്ങനെ മൊത്തം അല്ല ഒന്നായിട്ട് ഉള്ളിൽ ഒതുങ്ങിയില്ല, മനസ്സിലായില്ലേ? ഈ ബിൽഡിംഗ് കൊള്ളാം. ഓ സെറ്റ്. കുഞ്ഞുമോളെ ഫോട്ടോസ് വേണമെങ്കിൽ പറഞ്ഞു എടുത്തുതരാം. നിങ്ങളുടെ പ്ലാൻ എന്താ വെച്ചാൽ വല്ല KFCയോ ബർഗറോ എങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാൻ. ആൽഫി ഇതാക്കണ അവിടെ നിൽക്കുന്നു, എന്നിട്ട് കുഞ്ഞു ഇതാക്കണ ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവളുടെ നടത്തത്ര ശരിയല്ല ഗൈസ്. ഇത് നോക്കിയാൽ ലൂയി വിറ്റോണിന്റെ ഷോപ്പാണ് ഗൈസ്. പുറത്തിറങ്ങിയപ്പോൾ ഒരു ഫെറാറി ഗൈസ്. ബാംഗ്ലൂരിന്റെ പ്രത്യേകതയാണ് ഗൈസ്. ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഫെറാറിയും ലാംബോർഗിനിയൊക്കെ കാണാം. എന്നാ കുഞ്ഞോളെ നമ്മളിങ്ങനത്തെ ഒന്ന് വാങ്ങാം. നമ്മളിങ്ങനത്തെ ഒന്ന് വാങ്ങും ഗൈസ്. നമ്മൾ മാളിൽ ഇറങ്ങി പോകുമ്പോൾ ഇതാക്കണം ആദ്യമായിട്ടാണ് ഐഫോണിന്റെ പരസ്യം ഒരു മോളിൽ, ഐ മീൻ പുറത്ത് ഇങ്ങനെ ഒരു ബോർഡിൽ കാണുന്ന ഗൈസ്. ബിൽ ബോർഡിൽ സീനില് വെയിലാണെങ്കിലും ഞങ്ങൾ നടന്ന് ഇതാക്കണ ഈ ഒരു നല്ല ബിൽഡിംഗ് ഉണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളുടെ മെക്ഡൊണാൾഡ്സ്. ഇത് പോലീസ് സ്റ്റേഷൻ ആണോ? ഇത്ര ഭംഗിയുള്ള പോലീസ് സ്റ്റേഷൻ. എന്നാ കേറി വാ പോലീസ് സ്റ്റേഷനില്. ഇത് പോലീസ് സ്റ്റേഷൻ ആണല്ലേ? കൊള്ളാട്ടോ. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പോലീസ് സ്റ്റേഷൻ കാണുന്നു. നമ്മളുടെ ചെറിയ മെക്ഡൊണാൾഡ്സ് കേട്ടോ. ചെറിയ മെക്ഡൊണാൾഡ്സ് എത്ര വലിപ്പമുള്ളൂ അച്ചടാ. കേസപ്പോൾ നമ്മള് മെക്ഡൊണാൾഡ്സിൽ ഫുഡ് എത്തി. കഴിക്കുന്ന തരത്തിൽ ഞങ്ങൾ ക്ലിപ്പൊക്കെ എടുക്കാൻ മറന്നുപോയി. ഇവൾക്ക് ഇതാക്കണ ഒരു പെപ്സി എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഒരു ചെറിയ ചേഞ്ച്, ഞങ്ങൾ ഫുഡ് കഴിച്ച് റൂമിലെത്തിയപ്പോ ഇവള് മാറ്റി ഗൈസ്. ഞങ്ങൾ രണ്ടാളും പിന്നെ ഈ സെയിം ഡ്രസ് തന്നെ. എന്നോട് പറഞ്ഞു എന്റെ സെയിം ഡ്രസ് ഇട്ട് നടക്കരുത്. നമ്മളിപ്പോ ചർച്ച് സ്ട്രീറ്റ്, കുഞ്ഞു ഇതുവരെ ചർച്ച് സ്ട്രീറ്റ് കണ്ടില്ല. എന്റെ ബേബി ഒന്ന് പറഞ്ഞു കൊടുക്കും പ്രോപ്പർ. ചർച്ച് സ്ട്രീറ്റിലേക്ക് പോകണം. ഞങ്ങളുടെ ചർച്ച് സ്ട്രീറ്റിലേക്ക് പോവാണ് ഗൈസ്. അവിടെ നല്ല കുറെ ഷോപ്സ് ഒക്കെ ഉണ്ടാവും. എല്ലാം കണ്ട് ചുമ്മാ വായിൽ വെള്ളം ഇറക്കാം. കുഞ്ഞു ഇതാക്കണത് ഇങ്ങനെ കറക്കുന്നുണ്ട്. നമ്മള് ബർത്ത്ഡേ ഗിഫ്റ്റ് ആട്ടോ. ഇത് ആരാ കുഞ്ഞോളെ? ചാഞ്ചപ്പൻസ് ആണ്. ആണല്ലേ? ഓടന്റെ ഷോറൂം ഒക്കെ നല്ല ക്യൂട്ടായിട്ടില്ല കാണാൻ. ഞങ്ങൾ നടന്ന് ചർച്ച് സ്ട്രീറ്റ് എത്താനായിരിക്കുന്നു. നമ്മളങ്ങനെ സ്ട്രീറ്റിലെത്തി. കുഞ്ഞു ആദ്യമായിട്ടാണ് ജാപ്പനീസ്. ഇവര് ജാപ്പനീസിന്റെ ആൾക്കാരാണല്ലോ. ഓ നല്ല ക്രൗഡാട്ടോ. എന്റെ മോനെ, കുഞ്ഞിന് നല്ല ഭാഗ്യം. നല്ല ക്രൗഡ്, വലിയൊരു ഫാൻ. ഇതാ ആരും പാടുന്നുണ്ടല്ലോ അവിടെ. ഞാൻ പാടിട്ട് പോയിട്ട് പാടി അടിപൊളിയാവും. സെറ്റ് ആയിരിക്കും. കുഞ്ഞു ഇവിടെ വന്നപ്പോഴും നെസൂക്കനെ കണ്ട്. നമ്മളിങ്ങനെ നടക്കുക കേട്ടോ. ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിട്ട്
ഇതാണ് സ്ട്രീറ്റ് കുഞ്ഞുമോളെ. Yeah, nice. കുറച്ച് അങ്ങോട്ട് എത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളി ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് ബിൽഡിങ്ങുകൾ, നല്ല എസ്തെറ്റിക് ബിൽഡിങ്ങുകൾ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോട്ടോ എടുക്കാം. ഓക്കെ, കുറച്ചധികം ആൾക്കാരുണ്ടാവും. പിന്നെ ന്യൂ ഇയറിന്റെ കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്നാലും ഒരു ഭയങ്കര കാണും. പിന്നെ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ എന്താ ഡിഫറൻസ് നോക്കി ആണോ? എന്നാ നോക്കിക്കട്ടെ. ജോക്കിലെ കണ്ണുണ്ടായിരുന്നു. ഒരു ക്യൂട്ട് സാധനം നമ്മള് പ്യൂമയിലെത്തി. പക്ഷെ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് നോക്കണത്. നോക്കി കഴിഞ്ഞു. ഇതൊരു ഭംഗിയല്ലേ കാണാൻ? ആടി സീൻ നല്ല ഭംഗിയിൽ റെഡിയാക്കിനല്ലേ. നമ്മൾ അപ്പുറത്ത് ഇങ്ങോട്ട് നോക്കിയപ്പോ കണ്ടില്ലായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് കാണുന്നത്. ശരിയാ, ഇത് ഇഷ്ടപ്പെട്ടോ? ബ്ലാക്ക് ബ്ലാക്കിന്റെ കേറി നിൽക്കുന്ന കുറച്ച് രസമാണ്. ഇത് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഫ്ലവർ ബാക്ക് നല്ല ഭംഗിയുണ്ട്. മറ്റേ ടൈപ്പാണ്. ഇത് ഇഷ്ടപ്പെട്ടിട്ടോ? ഈ ഹോൾസ് എനിക്ക് ബ്ലാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് മോഡലാണ് ഞാൻ നോക്കിയത്. അതെ, ആ ബ്ലാക്ക് ഇതല്ല, വേണ്ട. എന്തോ പോലെ ഒരുപാട് സംഭവം ബ്ലാക്ക് ഇതാണ് ഞാൻ നോക്കിയത്. ഇതിന്റെ വൈറ്റ് ഞാൻ ഓൺലൈനിൽ നോക്കി. നല്ല ഭംഗിയുണ്ട് സംഭവം. ഒറിജിനൽ പ്രൈസ് നോക്ക്. ഇപ്പൊ സെയിൽ പ്രൈസ് 4800 ഉള്ളൂ. ലോ അല്ലേ? ഇത് നോക്ക് കുരുട്ടെ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താ പ്രശ്നം അറിയോ? ഇതിൽ എന്തേലും നമ്മൾ സ്ക്രാച്ച് ഒന്നും സീൻ എനിക്ക് ഈ സെയിം മെറ്റീരിയൽ ഒന്നിനും ഭയങ്കര അവിടെ ഒരു വേറെ കളർ വരും. നമ്മുടെ നാട്ടിൽ കൂടി ഇതിട്ടുണ്ട്. സത്യാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ല രസമുണ്ട് ഇതിന്റെ ബ്ലാക്ക് ഇട്ടിട്ട് വലിയ കുഴപ്പമില്ല. ഭംഗിയുണ്ട് കേട്ടോ അല്ലേ? ഭംഗിയുണ്ട്. പക്ഷെ എന്താ ബ്ലാക്ക് ആയിപ്പോയി. അതാണ്, വേറെ സീനൊന്നുമില്ല. അപ്പോൾ ഒരു ഫോൺ കേസ് നോക്കാൻ വേണ്ടി കയറിയതാണ്. ബ്ലാക്കില് ആ ബ്ലാക്കാണ് നമ്മൾ നോക്കുന്നത്. കുഞ്ഞു ഒക്കെ ഏതാ വേണ്ടത്? എനിക്ക് അനിമേ ക്യാരക്ടേഴ്സ് ചെയ്താൽ മതി. ഇതെന്താ പ്രശ്നം അറിയോ? ഇതല്ല, 13 Pro Maxന്റെ സാധനമാണ് വേണ്ടത്. ശരി, ഇതായി ഇത് കുറച്ചധികം ഓവറാണ്. ഇതല്ല, ഇത് നോർമലി ഉള്ള ടൈപ്പ് ഒട്ടിച്ചത്, നമ്മൾ മേടിച്ച് ഒട്ടിച്ച പോലെ. മറ്റേ അടുക്കടി ചേട്ടൻ നോക്കുന്നുണ്ടോന്ന്. അവൾക്ക് ബ്ലാക്ക് കളറുള്ള ടൈപ്പ് തന്നെ വേണം. സോ ബ്ലാക്ക് അല്ലാണ്ടൊന്നും പറ്റില്ല. ഞങ്ങളെ ബേബി ബ്ലാക്ക് തന്നെ വേണോ? ഇവരിങ്ങനത്തെ സാധനങ്ങളൊക്കെ തരുന്ന കേട്ടോ. പക്ഷെ നമുക്ക് വേണ്ടല്ലേ, ഫുള്ള് വേണം. ഈ ഗ്ലിറ്ററിങ് ഫുള്ള് വേണം. അപ്പോഴാണ് ആ ഭംഗി വരുന്നത്. ഇതല്ല വേണ്ടേ? ഇതിട്ടോ ഫോണോടെ കൊള്ളാം. നോക്കട്ടെ. ഇത് രസമുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട്. നല്ലൊരു പാർട്ടി ടൈപ്പ്. പക്ഷേ ബ്ലാക്ക് ആണ് കുറച്ചുകൂടി എപ്പോഴും യൂസ് കൂടി ആക്കാം. ബ്ലാക്ക് ഇല്ല. ഒന്ന് ഗ്ലാസ് ഒട്ടിച്ച് പ്ലീസ്. ദേവേ പറഞ്ഞതാ. ഓ മൈ ഗോഡ്, എന്റെ തല പൊട്ടി തെറിക്കും. സീൻസ് ആണ് കേട്ടോ. പക്ഷെ രസമുണ്ടടി അൽഫി, കാണാൻ രസമുണ്ട്. ഫോട്ടോ എടുക്കുമ്പോ അങ്ങനെയല്ല. ഇത് ഭയങ്കര ലോക്കൽ സാധനമാണ്. എടുത്ത് മാറ്റി ഞാൻ ഉണ്ടാക്കി തരാം. ഇത് വീട്ടില് സ്റ്റോണിക്ക് കുഞ്ഞുവിന്റെ ഫോൺ ഇത്ര വൃത്തിയുള്ള ഫോണായിരുന്നു. ഫോൺ കവർ കിട്ടിയില്ലെങ്കിലും നമ്മൾ ഡ്രസ്സിൽ ഒതുക്കാന്ന് വിചാരിച്ച്. നിനക്ക് ഡ്രസ് നോക്കി കേട്ടോ. കുഞ്ഞിതൊക്കെ മാറ്റി വന്നിട്ട് നമ്മളിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുന്നു. എൻ്റെ പേരെന്താണ് അൽഫി? എൻഷെഫ് റെസ്റ്റോറൻറ്റ്. നമ്മളെ ചർച്ച് സ്ട്രീറ്റിലാണ്. അപ്പം അമ്മ കണ്ണൂരുള്ളൊരു മച്ചാനാണിത് നടത്തുന്നത്. സോ പെട്ടെന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ അറിയില്ല. ഞാൻ പുറത്തത്തെ വ്യൂ കാണുന്നത്. നമ്മുടെ ഫസ്റ്റ് ചോക്ലേറ്റ് എത്തി. നല്ല രസമുണ്ടല്ലോ ഞങ്ങളെ. നല്ല യമ്മി ആയിട്ടുണ്ട്. കയ്പില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊക്കെ ഒരു ക്വാർട്ടർ അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പേരെന്താടി? കുൽച്ച. വടമില മൊജിറ്റോ. ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ബേബി അങ്ങ് വയറ്റിലാക്കിയിരിക്കുന്നത്. അവൾക്ക് പിന്നെ ഇങ്ങനത്തെ അച്ചോടാ വീണുപോയി. ഇതിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ല ഫുഡായിരുന്നു. നല്ലൊരു മലബാർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ ഹലോ ഗേൾസ്, ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് എന്തായാലും ട്രൈ ചെയ്യാം. നമുക്ക് കാമായിട്ട് നല്ലൊരു ആ തിരക്കുന്ന ഇതുപോലെ
കപ്പിൾസ് ഒക്കെ ഇട്ട് വരുമ്പോ നല്ലൊരു സ്ട്രീറ്റ് സൈഡ് തന്നെയാണ്, പക്ഷെ അറിയത്തുമില്ല. ചർച്ച് സ്ട്രീറ്റിന്റെ സൈഡിലായിട്ട് തന്നെ വരുന്ന റെസ്റ്റോറന്റ്. നമ്മളിപ്പോ അൺഎക്സ്പെക്ടഡ് ആയി കയറുക ഇതാട്ടോ, എൻ ഷെഫ് എന്ന് പറയും. അതായത് സ്ട്രീറ്റില് ഇപ്പൊ എങ്ങനെ ഇത് പറഞ്ഞെടുക്കുക, അതിന്റെ ഓപ്പോസിറ്റാ ഇവിടെ. സ്റ്റാർബക്സിന്റെ ഒക്കെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ. വൺ പ്ലസിന്റെ സ്റ്റോറൊക്കെ കുഞ്ഞു, നീ രാവിലെ വൺ പ്ലസിന്റെ സ്റ്റോർ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. ഭയങ്കര ഹ്യൂജ് ആട്ടോ, ഭയങ്കര രസമാണ്. നമുക്ക് അവിടെയൊക്കെ എന്താന്ന് നോക്കാം. എൽഫിനെ കാണാനില്ലേ, എവിടെ പോയതാടി? ഞാൻ അവിടെ നിന്ന് കാണാൻ പോയത്. അത് എന്ത് ഇങ്ങനെ നേരെ നോക്കിയാ എങ്ങനെയാണ് സ്ട്രീറ്റ്. അടിപൊളിയില്ല കുഞ്ഞോളെ കാണാന്. ക്രിസ്മസ് ആയിട്ട് ഇതാക്കണം, നല്ല ഡീക്കോർ ചെയ്തിട്ടുണ്ട്. കുഞ്ഞോ ഇതിലൊരു പെട്ടി എടുത്തു തന്നാൽ എടുക്കോ? ഒന്നും വേണ്ട മോളെ. ഞങ്ങൾ സാംസങ് സ്റ്റോറിൽ കയറി ഗൈസ്. അങ്ങനെ അതിലെങ്ങനെ എൻട്രി വന്ന് എൻ്റെ മോനെ സ്ക്രീൻ നോക്കുഞ്ഞോളെ, സിനിമയുള്ള സ്ക്രീൻ പോലെ അല്ലേ? തിയേറ്ററിൽ കേർവ്ഡ് ആയിട്ടുള്ള സ്ക്രീൻ ആട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ അടിപൊളി. പിന്നെ ഇവിടെ എല്ലാ സാംസങ് ഫോണിന്റെ ഡെമോസ് ഉണ്ട്. എല്ലാ സാംസങ്ങിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. സാംസങ്ങിന്റെ സ്റ്റോർ കയറണ്ട കയറിയില്ലെങ്കിൽ ഇത് കാണായിരുന്നു. 98 ഇഞ്ചിന്റെ ടി വി ഗൈസ്. എന്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. ബേബിയാ അപ്പോ ഡ്രസ് ഇട്ട് മാറിപ്പോയി തോന്നുന്നു, ബേബി എന്നൊക്കെ വിളിക്കുന്നത്. കുഞ്ഞു കുരുട്ടെ ജന്തു. എങ്ങനെയുണ്ട് താങ്കളുടെ ബാംഗ്ലൂർ എക്സ്പീരിയൻസ്? ബാംഗ്ലൂർ ഭയങ്കര കാമാണ് അല്ലേ? പിന്നെ ഇവിടെ അതെന്താ കാമെന്ന് വെച്ചാൽ കുറെ തിരക്കുണ്ട്. നിങ്ങൾ എവിടെ നോക്കിയാലും ഫുൾ ആൾക്കാരാണെങ്കിലും ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മളുടെ ഒരു വേൾഡിൽ. പിന്നെ എല്ലാവരും ഡ്രസ്സിങ് ഒക്കെ അല്ല. നമ്മൾ മോസ്റ്റ്ലി നമ്മൾ അധികം ശ്രദ്ധിക്കും ഗേൾസും ബോയ്സും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ഇവിടുത്തെ ഗേൾസ് രക്ഷയില്ല കേട്ടോ. ലൈക്ക് അവർ ഫുള്ളി നമ്മൾ ഇതിലേക്ക് എന്താ നമുക്ക് കണ്ടിരിക്കാം നന്നായിട്ട്. നമ്മൾ ഈ മറ്റേ MTVയിലൊക്കെ കാണുന്ന ഫാഷൻ സ്ട്രീറ്റ് ഒക്കെ കേൾക്കാലോ, അതേപോലെ നമ്മൾ ഈ എമിലിൻ പാരീസിലൊക്കെ പോലെ കാണുന്ന പോലെ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇനി കുഞ്ഞു ഒറ്റയ്ക്ക് ബാംഗ്ലൂരിൽ വരുമോ? ഡെഫിനറ്റ്ലി വരുമല്ലോ. സിമ്പിൾ അല്ല, ബസ് കയറി ഇറങ്ങാ വരിക, അത്ര തന്നെ. വെയിറ്റ് വീഡിയോ ഓൺ ആക്കി സംസാരിക്കില്ല. ഇപ്പൊ മിയാവൂല് കേറിട്ട് മിനിസോ കേറിട്ട് ഇതാക്കണ ഈ ഒരു സാധനം വാങ്ങിയിട്ട് ഇതിന് അറൗണ്ട് 1000 rupees ആണ്. കുഞ്ഞു നീ സാക്ഷി കേട്ടോ, ഇതിലോട് വെള്ളം കുടിക്കണം. സ്ട്രോ ഉണ്ട്, നീ വെള്ളം കുടിക്കണം. ഓക്കെ, ഇത് വേണം നിർബന്ധിച്ചിട്ടോ വാങ്ങിയതെക്കണം. Hey കുഞ്ഞു, how you doing? ഷോപ്പിംഗ്. ഒരു നല്ല ലൈറ്റ് കിട്ടിയപ്പോ ചുമ്മാ ഞങ്ങള് ഒന്ന് ഓവറായിട്ട് നല്ല ലൈറ്റ് വന്ന്. എന്റെ കുപ്പി കയ്യിലുണ്ട്. എന്തോരം ആൾക്കാരല്ല ബേബി. അങ്ങനെ കഴിച്ച് ഇന്നത്തെ ഡേ കഴിഞ്ഞ് രാവിലെ ഇറങ്ങി. ഫസ്റ്റ് ഡേ തണുപ്പ് കഴിച്ച്, നല്ല തണുപ്പ്. കുഞ്ഞു ആദ്യമായിട്ടാ വരുന്നത്. ഇവിടെ 12 മണി എന്തോ ആയി. പക്ഷെ എന്നിട്ടും അവിടെ എന്തോരം ആൾക്കാരല്ലേ, ഫുൾ ഓണാണ്, ഭയങ്കര ഓണാണ്. ഗുഡ് നൈറ്റ് ഗൈസ്, ലവ് യു ഓൾ, കാച്ച് യു ലേറ്റർ, ബൈ ബൈ.